ഹായ് ഗൈസ്, ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എക്സ്ട്രാ മാരിറ്റൽ ലൈഫ് അഥവാ അവിഹിതം എന്ന് മലയാളത്തിൽ പറയാൻ പറ്റുന്ന സാധനത്തിനെ കുറിച്ചിട്ടാണ്. ഈ വീഡിയോ മൊത്തമായിട്ട് പരമാവധി കേൾക്കാൻ ശ്രമിക്കുക. ഇപ്പം പല കഥകളും ഇതേപോലത്തെ കേൾക്കുന്നുണ്ട്. അപ്പം ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് കൃത്യമായിട്ട് പറയാൻ തോന്നിയത്. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ഒരു വലിയ ഭൂപ്രദേശത്ത് കണ്ടിരുന്ന ഒന്നാണ് എക്സ്ട്രാ മാരിറ്റൽ ലൈഫ് അഫയേഴ്സ് അഥവാ അവിഹിതം എന്ന് പറയുന്നത്. അത് റെയറായിട്ടൊക്കെയാണ് നടന്നു വന്നിരുന്നത്. പക്ഷേ ആഫ്റ്റർ സോഷ്യൽ മീഡിയ, ഫോണ് എന്നിവയൊക്കെ തുടങ്ങിയതിന് ശേഷം ഇത് കമ്പാരിറ്റീവ്ലി വളരെ കൂടിയിട്ടുണ്ട്. അപ്പം ഈ സിറ്റുവേഷൻസിൻ്റെ അകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. എത്രത്തോളം ജെന്യൂനാണ് ഈ കാര്യത്തിൻ്റെ അകത്ത് ആൾക്കാർ എന്നുള്ളത്. പലരും ഈ ഒരു അഫയേഴ്സിൻ്റെ അകത്ത് ആണുങ്ങൾ, പ്രത്യേകിച്ച് ആണുങ്ങൾ എന്ന് പറയുന്നത് അത്രയും സെക്യൂർ ആണ്, അല്ലെങ്കിൽ അത്രയും ഇതായിട്ട് കവർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് വിചാരിച്ചിട്ടാണ് മിക്കവാറും പല സ്ത്രീകളും എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സിൻ്റെ അകത്ത് എൻഗേജ്ഡ് ആകുന്നത്. അത് മിക്കവാറും ഏതെങ്കിലും പങ്കാളിയുടെ വീഴ്ച കൊണ്ടായിരിക്കാം. ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസിൻ്റെ അകത്ത് അവർക്ക് പറ്റുന്ന കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കെയറിങ്ങിൻ്റെ അകത്തുള്ള കുറവ് എന്നിവയൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു അഫയേഴ്സിൻ്റെ അകത്തും കാര്യത്തിൻ്റെ അകത്തൊക്കെ കൊണ്ടുപോകാൻ ചാൻസ് കൂടുതൽ. അത് മാനേജ് ചെയ്യുന്ന സ്ത്രീകൾ, അങ്ങനെ ഒരു കുറവ് വന്നു കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്യുന്ന സ്ത്രീകളും ഉണ്ട്. എന്നിരുന്നാലും ഇത് മാനേജ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ, അതിൻ്റെ നമുക്കിപ്പം ആ ഒരു ഗ്യാപ്പിൻ്റെ അകത്ത് വേറെ ഒരാൾ വന്ന്, തേർഡ് പേഴ്സൺ വന്ന് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവരുമായിട്ട് എൻഗേജ്ഡ് ആയി പോകുന്ന ഒരു സിറ്റുവേഷൻസും നമ്മൾ കാണുന്നുണ്ട്. പല കേസസും അങ്ങനെ ഉണ്ടാകും. പക്ഷെ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് മിക്കവാറും അവരുടെ ലൈഫ് സ്പോയിലായി പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ഞാൻ പലപ്പോഴും ഇത്തരം കഥ കേട്ടപ്പോൾ മനസ്സിലായിട്ടുള്ള കാര്യമാണ്. കാരണം ഒരു സർട്ടൻ പീരീഡിൻ്റെ അകത്ത് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോയും പിന്നെ അത് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പം ആ ജീവിതം കോഞ്ഞാട്ടായി ആയിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ട്രസ്റ്റ്, നിങ്ങളൊരു ഹസ്ബൻഡാണ് അല്ലെ വൈഫാണെന്ന് കൂട്ടിക്കും. ആ ഒരു വൈഫ് വേറൊരു പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പിലാവുന്നു. മിക്കവാറും അവനും കല്യാണം കഴിച്ചിട്ടെന്ന് വിചാരിക്കാം. നിങ്ങളുടെ രണ്ട് പേരുടെയും ജീവിതം കൊള്ളാവും. അവരുടെ ഭാര്യയും ഭർത്താവായിട്ടുള്ള അവരുടെ ലൈഫും കൊള്ളാവും, നിങ്ങളുടെ ജീവിതം കൊള്ളാവും. അവസാനം നിങ്ങൾ ഒന്നിക്കുന്ന സമയത്ത് ഈ രണ്ട് കുടുംബം തന്നെ നശിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. പോരാത്തതിന് മിക്കവാറും ഇവർ ഒന്നിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ ആ മക്കൾ അനാഥമായിട്ട് പോകുന്ന, ഒരിക്കലും ഒരു സെക്കൻഡ് രണ്ടാം അച്ഛൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ രണ്ടാം അമ്മ എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് വരുന്ന ഒരാളും നമ്മുടെ മക്കളെ അല്ലെങ്കിൽ ഈ നമ്മുടെ ബ്ലഡിനെ ഒരിക്കലും അത്ര നല്ല രീതിയിൽ കാണാനുള്ള ശ്രമം നടത്തില്ല. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള അഫയേഴ്സിൻ്റെ അകത്ത് അവർക്ക് അഡോപ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. നിങ്ങളുടെ ബ്ലഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രിയപ്പെട്ടതായിരിക്കും, പക്ഷെ ഒരു തേർഡ് പേഴ്സൺ ഒരിക്കലും അത്ര പ്രിയപ്പെട്ടതാവില്ല. പ്രത്യേകിച്ച് നിങ്ങൾക്ക് രണ്ടാക്കും കൂടിച്ചേർന്ന രണ്ടു പേർക്കും പുതിയൊരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ ഇവർ രണ്ടാളും ബാധ്യതയായിരിക്കും. സ്വന്തം ബ്ലഡിനോട് കുറച്ച് സ്നേഹം ഉണ്ടാകും, പക്ഷെ മറ്റേ ആളോട് ഓട്ടോമാറ്റിക്കലി അയാൾക്ക് വെറുപ്പും മറ്റും കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. ഏതെങ്കിലും ഒരു പേഴ്സണിനെ തള്ളി പറഞ്ഞേ പറ്റൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈവൻ അങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഇല്ല, ഒരു സോഫ്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ മിക്കവാറും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്ന്, ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ആ ഒരു വ്യക്തിയുടെ സുഹൃത്തുക്കൾ അറിയാനുള്ള ചാൻസസ്, അവരോട് പറയാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. 99% അവരുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനും, നിങ്ങളുടെ പ്രൈവറ്റ് വീഡിയോസ് ഉണ്ടെങ്കിൽ അല്ലെ നിങ്ങളുടെ അയച്ചു കൊടുക്കുന്നതോ അല്ലെ നിങ്ങൾ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്തോ ഉള്ള പിക്ചേഴ്സും വീഡിയോസും തേർഡ് പേഴ്സൺ കാണാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. കാരണം അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ മിക്ക ആൾക്കാരും അങ്ങനെ ഷെയർ ചെയ്യുന്ന ആൾക്കാണ്. ഞാനൊരാണാണ്, അപ്പം എനിക്കും പറയാൻ ഏറ്റവും ഈസി ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യമാണ്, നമ്മുടെ കാര്യങ്ങൾ എങ്ങനെയായാലും ഒരു തേർഡ് പേഴ്സൺ എപ്പോഴും അറിഞ്ഞിരിക്കും. നമ്മുടെ ദാമ്പത്യത്തിലുള്ള കാര്യങ്ങൾ പരമാവധി ഹൈഡ് ചെയ്ത് വെക്കുമെങ്കിലും ഒരു തേർഡ് പേഴ്സൺ അല്ലെങ്കിൽ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് എന്ന് പറയുന്ന കാര്യങ്ങൾ ഒരു തേർഡ് പേഴ്സൺ എങ്ങനെയാലും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. മിക്കവാറും ഒരു ബെസ്റ്റ് ഫ്രണ്ട് നമുക്കുണ്ടെങ്കിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെ അവർക്കറിയാം. മിക്കവാറും അതൊരു വായാടിയാണെങ്കിൽ നാട്ടിൽ തേച്ച് മരക്കുകയും ചെയ്യും.
പിന്നെ വേറൊരു ചാൻസസ് എന്ന് പറയുന്നത്, നമ്മുടെ കട്ട ചങ്കായിട്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇവർ തെറ്റിക്കഴിഞ്ഞാൽ ഈ പേഴ്സൺ എപ്പോഴെങ്കിലും കയറി വരും. അല്ലെങ്കിൽ പിന്നെ ഇവർക്കൊരു എൻജോയ്മെൻ്റ് എന്നുള്ള രീതിയിൽ കൊണ്ട് നടക്കുന്നതാണെങ്കിൽ ഈ അഫെയറുമായിട്ട് നിൽക്കുന്ന സ്ത്രീയെ ഷെയർ ചെയ്യാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് സംശയമുണ്ട്, ഞാനിതൊരു സംശയം എന്നുള്ള രീതിയല്ല, നിങ്ങൾക്കൊരു സംശയം ഉണ്ടെങ്കിൽ തെളിയിക്കണം എന്നുണ്ടെങ്കിൽ കാണണമെന്നുണ്ടെങ്കിൽ വല്ലപ്പോഴും ട്വിറ്റർ എടുക്കണ്ട. ഫസ്റ്റ് എടുക്കേണ്ടതെന്ന് പറയുന്നത് ഈ പോൺ വീഡിയോ സൈറ്റും കാര്യങ്ങളൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം ഇപ്പം റെസ്ട്രിക്റ്റഡ് ആണ്. പക്ഷേ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഗൂഗിൾ എടുത്തിട്ട് കേരള സെക്സ് വീഡിയോസ് ട്വിറ്റർ എന്ന് അടിച്ചു നോക്കാം. ട്വിറ്ററിൽ സൈൻ ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് കുറേ പേജസ് ഉണ്ടാകും. ആ പേജസ് ഓരോന്ന് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും വീഡിയോ ലീക്കായിട്ടുണ്ടെന്ന്. അതൊക്കെ ഒരു 90% ലീക്ക്ഡ് വീഡിയോസാണ്. പെയ്ഡ് ആക്ട്രസ് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ ലീക്ക്ഡ് വീഡിയോസാണ് അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതലുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇതേപോലെ ട്രസ്റ്റ് ചെയ്തിട്ടുള്ള പേഴ്സൺസ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസാണ് ഇതിൻ്റെ അകത്ത് തികച്ചുള്ളത്. അതിൻ്റെ 10-1% പോലും ശരിക്ക് പിന്നെ ഈ പോൺ സൈറ്റുകളിലും മറ്റും വരുന്നില്ല. ട്വിറ്ററിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത്രത്തോളം 1000, 10,000, ലക്ഷം, കോടിക്കണക്കിന് വീഡിയോസ് അതിൻ്റെ അകത്തുണ്ട്. ഈ കാലയളവിൽ തേച്ചും മിക്കതും ഒന്നിക്കൽ ലവ് അഫെയർസ് ഉണ്ടായിരുന്ന സമയത്തായിരിക്കും, അല്ലെങ്കിൽ ഒരു അവിഹിതത്തിനാണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ അകത്ത് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നത്. അഫെയർസിൻ്റെ അകത്തുള്ള വീഡിയോസും കാണുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇത്രത്തോളം വീഡിയോ ലീക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രസ്റ്റ് ചെയ്ത പേഴ്സൺസ് തന്നെ ആയിരിക്കും അത് അപ്ലോഡ് ചെയ്തത്. അല്ലാതെ നിങ്ങൾ ഇത്ര അധികം ആൾക്കാരൊന്നും സെക്സ് വർക്കേഴ്സോ മറ്റോ ആയിട്ട് അല്ലെ ലൈംഗിക തൊഴിലാളിയായിട്ട് പോയിട്ട് ഉണ്ടാക്കിയ വീഡിയോസ് ഒന്നും അല്ല അത്. നിങ്ങളെ മനസ്സിലാക്കണം. അപ്പം പരമാവധി ഇത്തരം സിറ്റുവേഷൻസ് ഒഴിവാക്കാം. നമുക്ക് പോരായ്മയുണ്ടാവും. ചിലപ്പം നമ്മുടെ ഭർത്താവ് അല്ലെ ഭാര്യ എന്ന് പറയുന്നത് എൻഗേജ്ഡ് ആയിരിക്കും, എന്തെങ്കിലും ഒരു വർക്കിൻ്റെ അകത്ത് എൻഗേജ്ഡ്, നമുക്ക് അത്രത്തോളം കെയറിങ്ങോ കാര്യങ്ങളോ കിട്ടാത്ത അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ പോലും ഇത്തരം ഒരു റിലേഷൻഷിപ്പിൻ്റെ അകത്തേക്ക് പോകാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക. പരമാവധി നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യുക. അവർക്ക് ചെറിയ കാര്യങ്ങളിൽ തിരക്കുണ്ട്, അതുകൊണ്ട് തന്നെ അവരൊരിക്കലും നമ്മളെ ഫോഴ്സ്ഫുള്ളി അല്ലെങ്കിൽ നമ്മളോടുള്ള വൈരാഗ്യം വെച്ചിട്ട് നമ്മുടെ വീഡിയോ എടുത്ത് ട്വിറ്ററിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പോൺ സൈറ്റിലോ വേറെ ഒരു സുഹൃത്തിന് അയച്ചു കൊടുക്കില്ല. കാരണം ഭാര്യയാണ്, ആ ട്രസ്റ്റ് ഉണ്ട്. പക്ഷേ ഒരു തേർഡ് പേഴ്സൺ ഒരിക്കലും ആ ഒരു ട്രസ്റ്റും കാര്യങ്ങളും കൊടുക്കാൻ പറ്റില്ല. എത്ര കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങളൊരു സർട്ടൻ പീരീഡിൻ്റെ അകത്ത് പിരിയണം തോന്നിക്കഴിഞ്ഞാലും ഇവൻ അത് സഹിച്ച് നിൽക്കാൻ പറ്റില്ല. ഇവൻ ലീക്ക് ചെയ്യും, ആണാണ് ലീക്ക് ചെയ്യും, അല്ലെ സുഹൃത്തിന് അയച്ചു കൊടുക്കും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പരമാവധി ഇത്തരം സിറ്റുവേഷൻസും കാര്യങ്ങളും ഇല്ലാണ്ടിരിക്കാൻ, ഇത്തരം റിലേഷൻഷിപ്പിൽ പോകാതിരിക്കുക. മാക്സിമം എല്ലാവരുമായിട്ടും, നിങ്ങൾക്ക് ബെസ്റ്റി ആയാലും ശരിയും ഏത് റിലേഷൻഷിപ്പായാലും ശരി, ഒരു സർട്ടൈൻ വാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മതിൽ അവിടെ കെട്ടുക. അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ അവരോടും ഷെയർ ചെയ്യാതിരിക്കുക. പരമാവധി അവരെ ആ ഒരു മതിലിന് പുറത്ത് നിർത്തിയിട്ട് മാത്രം സംസാരിക്കുക. മതിൽ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ഗ്യാപ്പ്, ആ ഗ്യാപ്പിനുള്ളിൽ നിർത്തിയിട്ട് മാത്രം സംസാരിക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൻ്റെ കുറച്ചുകൂടി വീഡിയോസ് ചെയ്യണമെന്നുണ്ട്, ഞാൻ ചെയ്യും. ഒന്ന് രണ്ട് വീഡിയോസും കൂടി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ മോർ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.